നമ്മളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒത്തിരി പരിമിതികളുണ്ട്. നമുക്കറിയാം, LDF-ഉം UDF-ഉം അവര് കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നവരാണ്. അവരെ സംബന്ധിച്ച് ധാരാളം വോട്ട് അവരെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള വോട്ട് കിട്ടിയാൽ മാത്രമാണ് ആ ഭാഗത്തു നിന്നുള്ള ഇത്രയും നാളും LDF-നും UDF-നും വോട്ട് ചെയ്തിരുന്നവർ, ഇന്നലെ വരെ വോട്ട് ചെയ്തവർ, അവർ നമുക്ക് അനുകൂലമായി നിന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉറച്ച വോട്ട് പ്ലസ് അവരുടെ അനുഭാവികളുടെ വോട്ട് കൂട്ടിയാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ജയിച്ചെടുക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തില് മറ്റേ പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം വോട്ടുകൾ കിടക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനമുണ്ട്, അവർക്ക് ചില കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കടമ്പയൊക്കെ കടക്കുവാൻ ഇപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പൊ ശശിധരൻ ഇവിടെ വന്നപ്പോ ശശിധരൻ പറഞ്ഞു സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണ്. ആ സാഹചര്യങ്ങൾ നമ്മൾ അനുകൂലമാക്കി എടുക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ പ്രവർത്തനത്തിൽ വേണം, ആത്മവിശ്വാസം നമുക്കറിയാം. ഏത് വാർഡ് പരിശോധിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 50 ഉറച്ചതുണ്ടാണ്. ഞാൻ ജയശ്രീ ജയിച്ച വാർഡിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണ കേരളത്തിലെ ആവറേജ് വാർഡുകൾ നോക്കുമ്പോൾ BJPക്ക് നോക്കുമ്പോൾ അവിടെ 50 വോട്ട് BJPയെ സംബന്ധിച്ച് ഉറച്ച വോട്ട്. അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏറ്റക്കുറച്ചില്ല. ചില ഭാഗങ്ങളിൽ 100 വോട്ടുണ്ടാവും, ചില ഭാഗങ്ങളിൽ 150 വോട്ടുണ്ടാവും. 150-ന് മുകളിലേക്കുള്ള വോട്ടുള്ള ഒരു വാർഡില് ഭാരതീയ ജനതാ പാർട്ടി നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ജയിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയം. അപ്പൊ നമ്മൾ ഈ 100 വോട്ടുള്ളടുത്തും 50 വോട്ടുള്ള നമ്മുടെ ആ പ്രദേശം അത് 150 വോട്ടായിട്ട് ഉറപ്പിക്കണം. അത് നമ്മുടെ ഉറച്ച വോട്ട് എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ അതില് നമ്മുടെ അനുഭാവികളുണ്ട്, ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണിയുടെ അനുഭാവികളുണ്ട്, അതുപോലെ ഈ രണ്ട് പക്ഷക്കാരുടെ അനുഭാവികൾ നിൽക്കുമ്പോൾ ആ അനുഭാവികളിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇലക്ഷനിലെ നമ്മുടെ പ്രക്രിയ. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തണം. അതിപ്പോ യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമുക്ക് പണ്ട് കാലങ്ങളിൽ 15 വർഷം മുമ്പ് ഇപ്പൊ ഹരിചേട്ടനും രാജേഷിനും ഇവിടെയുള്ള നമ്മുടെ കോവൻ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പണ്ട് കാര്യങ്ങളിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് അവരുടെ ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. നമ്മള് മറ്റു രണ്ട് മുന്നണികൾക്കും ബദലായിട്ട് മത്സരിക്കുമ്പോൾ അവര് നിരവധിയായിട്ടുള്ള വീടുകൾ വെച്ചു കൊടുത്തിരിക്കുന്നു, അവര് തൊഴുത്ത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു, അവര് പശുവിനെ വളർത്താനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു, അങ്ങനെ ബ്ലോക്കിൽ നിന്ന് ലോൺ കിട്ടിയിരിക്കുന്നു, അവരുടെ ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള ലോൺ കൊടുത്തിരിക്കുന്നു, സൗജന്യമായിട്ട് വ്യക്തിഗത ആനുകൂല്യം ധാരാളം കൊടുത്തിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് 15 വർഷം മുമ്പ് വോട്ട് ചോദിച്ചു ചെന്നാൽ ഒരു കാര്യവും നമുക്ക് പറയാനില്ലായിരുന്നു. നമ്മൾ എന്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു തന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മൗനമായിട്ട് നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഗതികേടുണ്ടായിരുന്നു 15 വർഷം മുമ്പ്. പക്ഷെ ഇന്ന് നമ്മളുടെ അവസ്ഥ ഇന്ന് ഹരിചേട്ടനോ രാജേഷോ അല്ലെങ്കിൽ സോമചേട്ടൻ ഉൾപ്പെടെയുള്ള ആരെങ്കിലും പഴയ നേതാക്കന്മാർ ഒരു വീട്ടിൽ കയറി ചെന്നാൽ നമുക്ക് ചുരുങ്ങിയ പക്ഷം വന്നാൽ മോദി പൈസ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ യോഗ്യതയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ വാർഡിലെ 80% പേർക്കും ഓരോ വാർഡെടുത്ത് പരിശോധിച്ചാൽ 80% പേർക്കും മോദിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് പോലും ഉണ്ടാവും. ആ നിലയ്ക്ക് നമ്മള് ചോദിച്ചിട്ടില്ല, നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ല, നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ LDF-ന്റെ UDF-ന്റെ ആൾക്കാര് അവര് ഈ കാര്യങ്ങളാണ് പറയുന്നത്, അവര് കൊടുത്ത ആനുകൂല്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. പലപ്പോഴും ആ ആനുകൂല്യങ്ങളിലൊക്കെ രാഷ്ട്രീയ പക്ഷപാതപരമായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഇടതുപക്ഷക്കാരന് മോദിയുടെ പൈസ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല.
നമ്മളവിടെ ഒരു ശിവാശയക്കത്ത് നമ്മുടെ ആവശ്യമെന്നില്ല അവർക്ക്. അവരെ സംബന്ധിച്ച് കൃഷിഭവനിൽ അവരുടെ രേഖകൾ ഹാജരാക്കിയാൽ അത് എത്ര കൊടികുത്തി LDF-കാരനായാലും എത്ര കൊടികുത്തി UDF-കാരനായാലും കിട്ടാൻ യോഗ്യതയുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള പൈസ കിട്ടി. അങ്ങനെയാണ് ഓരോ ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് 240ഓളം സാധാരണ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്ത് BJPയുടെ ഒരു ടച്ചുമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എലഞ്ഞി പഞ്ചായത്ത് പോലുള്ള നമുക്ക് സാധ്യതയുള്ള പഞ്ചായത്ത്